ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കുക്കർ മത്തി ഉണ്ടാക്കാം കേട്ടോ. നല്ല മത്തിക്കൊക്കെ വില കൂടുതലാണ്, പക്ഷേങ്കിൽ നല്ല നെയ്യുള്ള മത്തിയാണ്, നിറയെ മുട്ടയുള്ള മത്തിയാണ്. അപ്പോൾ നല്ല അടിപൊളി മത്തി, കുക്കർ മത്തി നമുക്ക് ഉണ്ടാക്കിയാലോ. നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് അതിൽ നിറച്ച് മുട്ടയുണ്ട്. അപ്പോൾ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം അത് നല്ലോണം മീൻ വരഞ്ഞ് വയ്ക്കുക. നമ്മൾ മീൻ വറക്കാൻ വരയില്ലേ, അതുപോലെ വരഞ്ഞ് വയ്ക്കുക. അതിന് ശേഷം നമുക്കിതിൽ മെയിൻ സാധനം എന്താ വേണ്ടതെന്ന് അറിയോ? ഈ കുക്കർ മത്തിയിൽ ഞാനൊരു സ്പെഷ്യൽ സാധനം ഇടുന്നുണ്ട്, അതാണ് നമ്മുടെ കുമ്പളങ്ങ. ഈ കുമ്പളങ്ങേനെ ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഈ കുക്കർ മത്തി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ ഈ കുക്കറിൽ മത്തിയിട്ടിട്ട് വേവിക്കുമോയെന്ന്. പക്ഷേ എങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ കുമ്പളങ്ങയും കൂടി ഇടണം. മത്തിന് നിറച്ച് മുട്ട കിട്ടി, അപ്പോൾ ആ മുട്ട ഞാൻ ഇതിലിടുന്നില്ല. പിന്നെ ഇതിലേക്ക് മസാല എന്ന് പറയണത് കാന്താരി മുളക് എടുക്കുക. കാന്താരി മുളക് ഇല്ലെങ്കിൽ നല്ല പച്ചമുളക് എടുക്കുക. പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ ഉലുവ വറുത്തത്, പിന്നെ പുളി, ഉപ്പ്. പിന്നെ നമ്മുടെ ഈ പുളിക്ക് പകരം കുടംപുളിയാണെങ്കിലും നന്നായിരിക്കും. പിന്നെ അതിന് വേണ്ടത് പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മസാല നല്ല, അപ്പോൾ ഇതാ മുളകിട്ടു, നമുക്ക് കുറച്ച് പുളി ഇടുക, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉപ്പിടുക, പിന്നെ നമ്മുടെ എന്താ പറയുക വറുത്ത ഉലുവ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അതിട്ടത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതൊക്കെ അരച്ച് അവിടെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ കുക്കറിൽ നമ്മുടെ കറിവേപ്പില, ഇതിൽ മെയിൻ സാധനമാണ്. കറിവേപ്പില ഇല്ലാണ്ട് ഇത് വെക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറിവേപ്പില ഇടുമ്പോൾ. കുക്കറിൽ നമ്മുടെ കറിവേപ്പിലേനെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കുക, നല്ല ഭംഗിയിൽ. എത്രത്തോളം കറിവേപ്പില ഉണ്ടോ അത്രയും നിരത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ, ഈ കുമ്പളങ്ങേനെ അതിലിങ്ങനെ ഇടുക. മത്തി എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് കുമ്പളങ്ങ എടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. പക്ഷെ എനിക്ക് കുറച്ച് കഷ്ണങ്ങൾ കുറവാണ്. അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ മീനിനെ നമ്മൾ മുളകും ഇതൊക്കെ കൂടിയിട്ട് മസാലയൊക്കെ പെരക്കിയിട്ട് അവിടെ വയ്ക്കുക. നല്ലോണം ഈ മീനിൽ വരഞ്ഞ് വെച്ചത് കൊണ്ട് നമുക്കതിൽ മുളക് നല്ലോണം പിടിച്ച് ഇരിക്കും. അപ്പോൾ ഈ മസാല പഴക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 5-10 മിനിറ്റ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം പിടിക്കും, അതിൽ ഉപ്പും എരിവൊക്കെ പിടിക്കും. പിന്നെ ഇതിൽ കുറച്ച് എരിവ് ഇരുന്നോട്ടെ. എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ മുളക് പൊടി ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പച്ചമുളകിന് പകരം കാന്താരി ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പെരക്കി അവിടെ വെച്ചു. അതിന് ശേഷം ഇതിന് നമ്മൾ കുക്കറിലേക്ക് എടുത്ത് നല്ല സെറ്റാക്കി വയ്ക്കാം. നമ്മൾ ഓരോന്ന് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഈ മസാല പിന്നെയും അത് നല്ലോണം ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വയ്ക്കൂലേ, അതേപോലെ പൊതിഞ്ഞ് വയ്ക്കുക. ഭയങ്കര ടേസ്റ്റാണ് കൂട്ടുകാരെ. അതുകൊണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്തേ പറ്റൂ. ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അയച്ചു തരണം. എന്താ വെച്ചാൽ ഇതൊന്ന് വെച്ച് നോക്കി നോക്കൂ. ബാക്കിയുള്ള ഈ മീനിലൊക്കെ ഇതാക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1-2 വിസിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച്, വെന്തളിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പിന്നെ വറുത്ത മീൻ പോലെ ഇരിക്കും ഇതിൻ്റെ ആ മീനിൻ്റെ ടേസ്റ്റ്. വറുത്ത മീൻ ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, ഇത് നമ്മൾ ചീഞ്ചട്ടിയിലിട്ടിട്ട് വണക്കണ്ട. പിന്നെ അതുപോലെ എന്താ പറയുക, വെളിച്ചെണ്ണ അധികം വേണ്ട. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ. പിന്നെ ഇപ്പോൾ എല്ലാം നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് സൂപ്പറായിരിക്കും. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് കുക്കർ ഓണാക്കിയതിന് ശേഷം ആണ് കേട്ടോ എന്നിട്ട് അതിലത്തെ ആ മീനിൻ്റെ കഷ്ണം ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി.